ഹലോ. ഇത് നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അടുക്കളയിൽ അമ്മ എനിക്ക് മുമ്പേ എണീക്കും കേട്ടോ. എണീറ്റിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ അടുപ്പിലിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്നിടാൻ തന്നെ നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, ആ കലമൊക്കെ തുറന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് പല്ലൊക്കെ തേച്ചിട്ട് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞാണേ. പിന്നെ നേരെ പുറത്തോട്ട് പോയിട്ടൊന്ന് മുഖവും വായുമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ. ഞാൻ പല്ലൊക്കെ തേക്കുന്നതിന് മുമ്പെയാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുന്നത്. അമ്മ രാവിലെ തന്നെ ചായയൊക്കെ അങ്ങ് ഇട്ട് വെക്കും കേട്ടോ. അപ്പോഴത്തെ മിന്നൂട്ടി ഋതുക്കുട്ടൻ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവരെയും കൂടെയൊക്കെ വിളിച്ചിട്ട് മുഖവും വായൊക്കെ ഒന്ന് കഴുകി കൊടുത്തേട്ടോ. എല്ലാവരുടെയും ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പോണത്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ ഇന്ന്. അപ്പോഴത്തേ പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോകണം കേട്ടോ. കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ 2-3 വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ പിടിക്കുന്നതും കൂടി ഒരു ഫോണിലായതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് കുറുക്ക് കാച്ചുവാണേ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുവാണ് കേട്ടോ. ഋതുക്കുട്ടനെ മിന്നൂട്ടിക്ക് രാവിലെ ഇന്നും കുറുക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും നമ്മൾ കാപ്പി ഉണ്ടാക്കിയാലും കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഋതുക്കുട്ടന് കോരി കൊടുക്കാൻ നിന്നപ്പോൾ അവൻ പിണങ്ങി പോയിട്ടോ. അമ്മ കോരി തരണ്ട, ഞാൻ തന്നെ കോരി കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടുപേരെയും ഏൽപ്പിച്ചിട്ട് നേരെ അങ്ങ് ബെഡ്റൂമിലോട്ട് പോയി കേട്ടോ. അണ്ണൻ അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അണ്ണനെ വിളിച്ച് എണീപ്പിക്കാനായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം നമുക്കിന്ന് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളും കൂടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കുറുക്ക് കൂടിയൊക്കെ അവിടെ പാതി വഴിക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മിന്നൂട്ടിനെയും പൊക്കി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോയി ബാക്കി കുറുക്കൊക്കെ അങ്ങ് കോരി കൊടുത്തേ. പിന്നെ അണ്ണനെ കോഫി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അണ്ണൻ അങ്ങനെ ചായ കുടിക്കാറില്ല, കോഫിയാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കിയ കപ്പിലാണ് കേട്ടോ അണ്ണന് കോഫിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനത്തെ നേരെ കോഫിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മക്കളുടെ അടുത്തോട്ട് അങ്ങ് പോയിട്ടോ. അവരപ്പോഴാ കുറുക്കൊക്കെ അവിടെ ടേബിളിലും കാര്യങ്ങളിലൊക്കെ ആക്കി നല്ലൊരു കോലത്തിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പല്ല് തേക്കാനായിട്ട്. അങ്ങനെ ഞാൻ 4 ബ്രഷിലും പേസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കൊണ്ടു കൊടുത്തേക്കാണ്. അവിടെ ഓരോരുത്തർ വരിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോഴേ ഈ ഋതുക്കുട്ടനും മിന്നൂട്ടിക്കും ഞാൻ വായൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ കുറുക്ക് കൊടുത്തത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു പല്ല് തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അണ്ണ അവിടുത്തെ തെങ്ങിലെ കൂമ്പൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. 3-4-5 കൂമ്പൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തേങ്ങൂലും ഇതുവരെ പിടിച്ചില്ല കേട്ടോ. എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ താഴത്തെ പെരടത്തിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. മിന്നൂട്ടനെ ഋതുക്കുട്ടീനെയും കൂടെ ഞാൻ എടുത്ത് പൊക്കി അങ്ങോട്ട് അങ്ങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 മക്കളും നമ്മൾ രണ്ടുപേരും കൂടി അവിടെ നിന്നിട്ടാണ് കേട്ടോ എന്നും പല്ലൊക്കെ തേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് മുകളിൽ കയറുമ്പോൾ കുറച്ച് ടൈം എടുക്കും. കാരണം ആ പെരടത്തിലേക്ക് ഒന്ന് കറങ്ങി ചുറ്റിയാണ് പല്ല് തേക്കുന്നത്. അപ്പം നമ്മളെ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ ഉടക്കമൊന്നും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നമുക്ക് കമ്പോ കല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അണ്ണൻ ഋതുക്കുട്ടന് ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഒരു കുഞ്ഞു വാഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറിയിട്ട് എല്ലാവരും വായൊക്കെ കഴിയട്ടോ. മുന്നോട്ടിരിക്കും ഋതുക്കുട്ടനെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് വായൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ അങ്ങ് അകത്തോട്ട് പോവുകയാണേ. പിന്നെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടപ്പൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് അടുപ്പിലെ തീയൊക്കെ ഒന്ന് ഊതി കത്തിച്ചു കൊടുത്തേട്ടോ. എന്നിട്ട് ഞാൻ നേരെ പോയി നമ്മുടെ പഴങ്കഞ്ഞി പാത്രം അങ്ങ് തുറന്ന്, എന്നിട്ട് 2 പാത്രത്തിലായിട്ടോ പഴങ്കഞ്ഞി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഈ പ്ലേറ്റിലെടുക്കുന്നത് അണ്ണനും മറ്റേ ആ കുഴിയുള്ള പിഞ്ഞാണത്തിലെടുക്കുന്നത് എനിക്കാണ് കേട്ടോ. ആ പാത്രത്തിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അണ്ണന് വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങാച്ചാറും പിന്നെ തലേക്ക് ദിവസത്തെ മീൻകറിയും നല്ല തൈരും എല്ലാം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കലക്കിയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. അണ്ണനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അണ്ണൻ വെള്ളം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ചക്കയോ കിഴങ്ങോ നമ്മുടെ പുളിമ രസമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയനല്ലേ. പിന്നെ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെയാണല്ലോ. 2 പാത്രം കൊണ്ട് ഞാൻ നേരെ അങ്ങ് ഹാളിലോട്ട് പോയി. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കലക്കി അങ്ങ് കുടിക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ടി വിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടി വിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എന്താണ് പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചേ. അതിനിടയ്ക്ക് ഋതുക്കുട്ടൻ വന്നിട്ട് ടി വിയുടെ റിമോട്ട് കൊണ്ട് കൊടുത്തിട്ട് എന്തൊക്കെയോ ഇട്ട് കൊടുക്കാൻ പറയണം കേട്ടോ, അവൻ്റെ കാർട്ടൂണൊക്കെ. അപ്പം മിന്നൂട്ടി 2 പിടി എൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഋതുക്കുട്ടൻ എരിയുള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. അല്ലെങ്കിൽ 2 മക്കളും എല്ലാം കഴിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല, കഴിച്ചോളും. പിന്നെ ഞാൻ നേരെ അങ്ങ് മിന്നൂട്ടിനെ അങ്ങ് റെഡിയാക്കി നഴ്സറിയിലോട്ട് വിടാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ആ തടിയിലുണ്ടാക്കിയ ചീപ്പ് വെച്ചിട്ടാണ് മോക്ക് തലയൊക്കെ കോതി കൊടുക്കുന്നത്. നല്ല ചീപ്പാണ് കേട്ടോ. നല്ല മുടിയൊന്നും പൊട്ടി പോകത്തില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ ചടയൊക്കെ കളയാനും പറ്റും. മിന്നൂട്ടിക്ക് ഒരുങ്ങുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് അവൾ ഒരു വക ഒരു പൊട്ടാവട്ടെ കരിയാവട്ടെ അല്ലെങ്കിൽ തലയിൽ സ്ലൈഡാവട്ടെ ഒന്നും വെക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. കരച്ചിലും ഒക്കെ ആയിട്ട് അത് മൊത്തം അങ്ങ് ഊരി കളയുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും വാങ്ങിച്ചാലും വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും അവൾ ഇതൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ലേറ്റായിപ്പോയി, 10 മണി ആയിപ്പോയി കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കി തുടങ്ങി. മറ്റേതൊരു 9:30 9:45 ആകുമ്പോൾ പോണതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അവളെ നേരെ അങ്ങ് കൊണ്ടാക്കുവാണേ. അപ്പോൾ ഇവള് മാത്രമല്ല ഋതുക്കുട്ടനും എൻ്റെ കൂടെ വരും കേട്ടോ. മോളെ വിളിക്കാൻ പോകുമ്പോഴും കൊണ്ടാക്കാൻ പോകുമ്പോഴും അവൻ കൂടെ വരും. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് ആകെ ബഹളം ഉണ്ടാക്കും.
പിന്നെ നഴ്സറിയിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ നേരെ തലേക്കുന്ന ദിവസം കടലയും പയറും ഒക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. കുക്കറിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു പോയി കേട്ടോ, തീർന്നതുകൊണ്ടാണ് കേട്ടോ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നേരെ അങ്ങ് കുക്കറിലാക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അണ്ണൻ എന്തേ 2 വിറവിൻ കഷ്ണമൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു കേട്ടോ. പെരയിടത്തിലൊക്കെ ആളിനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ തപ്പി പിടിക്കാൻ പോയതാണെന്ന്. നമ്മളെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള പുതിയ സാധനമാണ് ഇത്. വെച്ച് എന്ത് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോഴേ കടല അവിടുന്ന് വിസിൽ കേൾക്കുന്ന ടൈം കൊണ്ടിട്ട് നമ്മളെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി വെക്കാന്ന് വെച്ച് ഞാൻ സ്റ്റാൻഡൊക്കെ പൊക്കിക്കൊണ്ട് വരുവാണ് കേട്ടോ. ഹായ് പറഞ്ഞിട്ട് അപ്പോഴേ വായി പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഋതുക്കുട്ടൻ ഐസിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ എന്തോ പരിപാടി ഒപ്പിച്ച് അമ്മയുടെ ഒന്ന് വഴക്കം കേട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അവനെ പിടിച്ച് മടിയിലൊക്കെ ഇരുത്തി കുറച്ച് നേരം കളിപ്പിച്ചേ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാനും കൂടി ആ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ട് കേട്ടോ. ചെത്തി വൃത്തിയാക്കി ഋതുക്കൂട്ടൻ്റെ മടി തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോഴത്തെ ഇത്തിരി പാടുണ്ടായിരുന്നു കേട്ടോ ചെത്തിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോഴേക്കും കടലയൊക്കെ വെന്തേ നല്ല സെറ്റ് ആയിട്ടുണ്ട്. കുക്കർ തുറന്നിട്ട് ഞാൻ ആ കടല കോരി അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കടല കോരി മാറ്റിയിട്ട് അതേ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ പിന്നെ പയറും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പയറ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നുകൊണ്ട് തന്നെ ഒരു വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലപോലെ അങ്ങ് വേവും കേട്ടോ. ഒരു വിസിൽ തന്നെ 2 വിസിലൊന്നും കേൾക്കണ്ട, അങ്ങ് വെന്ത് പോവും. അപ്പോൾ ഞാൻ പയറും കൂടിയൊക്കെ അങ്ങ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് പിന്നെ നേരെ ഞാനങ്ങ് അമ്മേനെ ഏൽപ്പിച്ചിട്ട് തുണി കഴുകാൻ പോയി കേട്ടോ. തുണി കഴുകാനൊക്കെ ചെന്നപ്പോഴേ ഋതുക്കൂട്ടനും എൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നേ. അവൻ എവിടെ പോയാലും പിറകെ ഞാൻ നടക്കും, അല്ലെങ്കിൽ അമ്മയുടെ പിറകെ ആയിരിക്കും കേട്ടോ. അപ്പോഴും ഞാൻ തുണി കഴുകാനൊക്കെ വന്നപ്പോഴവന് സോപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ സോപ്പൊക്കെ എടുത്ത് കൊടുത്ത്. കഴുകുന്ന സോപ്പില്ലേ അമ്മ? തീർന്നാ? ഒരു മക്കളെ അമ്മമ്മടയിൽ പോയേ ഒരു കഴുകുന്ന സോപ്പ് വാങ്ങിച്ചോളൂ. അതിന് ഞാൻ വരാം. അപ്പോഴേക്കും പയറിൻ്റെ വിസിലും കൂടി കേട്ടായിരുന്നേ. ഞാൻ അപ്പോൾ പോയി വിസിലും നിർത്തി വെച്ചിട്ട് ഒരു കട്ട സോപ്പ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കൂടി ചറപറ അങ്ങ് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഋതുക്കുട്ടൻ ഒടുക്കത്തെ നിർബന്ധം. അവന് കഴുകാൻ തുണി വേണം, കപ്പ് വേണം, വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ തന്നെ ഉടുപ്പ് നിക്കറുമൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കപ്പും എൻ്റെ വെള്ളവും ഒക്കെ കോരി കൊടുത്ത് അവിടെ ഒരു മൂലയ്ക്ക് അങ്ങ് ഇരുത്തി. പിന്നെ ഞാൻ നേരെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അശയിലോട്ട് വിരിക്കാൻ വന്നേ. അപ്പോൾ അശയിൽ കിടക്കുന്ന തുണികളൊക്കെ ഇന്നലെ ഞാൻ വൈകിട്ട് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പറക്കി മാറ്റിയിട്ടാണ് പിന്നെ ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുകിയ തുണികളൊക്കെ ഇങ്ങനെ ഒന്ന് മുറുക്കി കുടഞ്ഞങ്ങ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് മുറ്റത്ത് നല്ല വെയിലാണ് കേട്ടോ. മുമ്പ് നമ്മുടെ ഈ മുറ്റത്തൊക്കെ ശരിക്കും റബ്ബറായിരുന്നു കേട്ടോ. ഒരു മുമ്പെന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുന്നേ 6 വർഷം മുന്നേ ഇവിടെ റബ്ബറായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണത്തോടടുത്തിട്ടാണ് ഇവിടുത്തെ റബ്ബറൊക്കെ എടുത്ത് കളഞ്ഞത്. അപ്പോഴും ഇവിടെ ഫുള്ള് റബ്ബർ ആയതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോഴതുകൊണ്ട് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു 2-3 മണിയൊക്കെ കഴിഞ്ഞാലേ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ മഴ പിടിച്ച് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഭയങ്കരമായിട്ട് കാടും കയറും. റബ്ബർ നിൽക്കുമ്പോഴത്തേക്കും വലുതായിട്ട് കാടൊന്നും കയറത്തില്ലായിരുന്നേ. തുണിയൊക്കെ വിരിച്ചിട്ട് അശയിൽ താങ്ങി നിർത്തുന്ന ആ കമ്പെടുത്ത് പൊക്കി അങ്ങ് വെച്ച് കൊടുത്ത്. എന്നിട്ട് നേരെ നന്നായിട്ട് കൊണ്ടുവച്ചിട്ട് പോരാ. പെട്ടെന്ന് വാ. തോന്നല്ലേ? അപ്പോഴേക്കും അമ്മച്ചി അവിടെ പാചകം നടത്തുവാണ് കേട്ടോ. അമ്മച്ചി വിഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അടുപ്പിൽ. അപ്പം ഞാനും ഇടയ്ക്ക് പോയി ചുമ്മാ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത്. നമ്മുടെ ഇവിടുത്തെ വർക്ക് കാരണം എൻ്റെ അടുക്കളയിൽ ജോലി എത്ര അമ്മയാണ് കേട്ടോ ചെയ്യണത്. പാചകവും കാര്യങ്ങളെല്ലാം അമ്മ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ പോയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടും കേട്ടോ. ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കേട്ടോ ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ തേണ്ട ഈ നമ്മൾ വേവിച്ച് വെച്ച കടലയും പയറും ഒക്കെ ഇല്ലേ, അതിലേക്ക് ഞാൻ തൻ്റെ കുറച്ച് സവാളയും നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇങ്ങനെ കുനുകുനാ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇതൊരു സൗണ്ട് കേൾക്കുന്നത് പുറത്ത് അവിടെ ഒരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഈ സൗണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എനിക്ക് അണ്ണനാണ് കേട്ടോ. അണ്ണൻ നേരത്തെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. അണ്ണൻ ഇതിൽ സോയാബീനും കൂടി ഇട്ടിട്ട് കഴിക്കും കേട്ടോ. സോയാബീനും കുക്കുംബറും കൂടിയൊക്കെ ഇട്ടിട്ട് കഴിക്കും കേട്ടോ. അപ്പോഴിത് സാധനം രണ്ടും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് കടലയും പയറും തക്കാളിയും ഒക്കെയാണ്. അങ്ങനെ അത് വേവിച്ചിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തൈരുണ്ടല്ലോ, നമ്മുടെ പുളിക്കനുസരിച്ച് ഒരു 2-3 സ്പൂൺ തൈര് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാരങ്ങാ നീരൊക്കെ
ചേർക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ തൈരാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് കഴിക്കാവേ. അമ്മയ്ക്ക് കൂടെ കൊണ്ട് കൊടുത്തിട്ടോ. അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നല്ല ഹെൽത്ത് അല്ലേ കടലയും പയറും ഒക്കെ. നമ്മളല്ലാതെ ഈ കടലയും പയറൊക്കെ തിന്നാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇതൊന്ന് കഴിച്ച് നോക്കിക്കോട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് അതും കൂടെയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ആ ഒരു ജോലിയും കൂടെ ചെയ്യുന്നത്. ഋതുക്കുട്ടനുണ്ട്, അപ്പോൾ ഋതുക്കുട്ടന് നമ്മളിത് കൊടുക്കുന്നുണ്ടേ. പിന്നെ അമ്മ മീനൊക്കെ കണ്ടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ചൂര മീനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ചൂര മീൻ അമ്മ കണ്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അമ്മയുടെ അടുത്തോട്ട് ഞാൻ ചെന്നിട്ട് അമ്മയ്ക്കും കൂടി അതൊന്ന് ഒരു 2-3 സ്പൂൺ അമ്മയ്ക്കും കൊടുത്തു കേട്ടോ. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അടുക്കളയിൽ അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മീനൊക്കെ കഴുകി അങ്ങ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ മീനും കൂടിയൊക്കെ നമ്മൾ കഴുകി അടുപ്പിലാക്കിയിട്ട് നമ്മൾ നേരെ അങ്ങ് റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേഞ്ച് ചെയ്താൽ വേറെ ഒന്നുമില്ല, നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ നമുക്കൊരു സ്ക്രിപ്റ്റ് പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുവാണ് കേട്ടോ. സ്ക്രിപ്റ്റൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തത്രപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ക്രിപ്റ്റും ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വേവിപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ സ്ക്രിപ്റ്റ് പിടിയും അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കും എല്ലാം നടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോണത് കേട്ടോ. നമ്മളവിടെ തെറ്റിച്ച് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ചിരിച്ചിരിച്ചാണ് അത് സ്ക്രിപ്റ്റ് പിടിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയിലെ പണിയും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണിയും പിന്നെ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റ് പിടി അതെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ വന്ന് മീനും കൂടെയൊക്കെ പൊരിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറങ്ങ് കഴിച്ചു കേട്ടോ. അണ്ണ നേരത്തെ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അണ്ണന് കറക്റ്റ് ടൈം ആകുമ്പോൾ അണ്ണ ഫുഡ് കഴിക്കും കേട്ടോ. ഞങ്ങൾ ഇച്ചിരി ലേറ്റായാണ് ഫുഡ് കഴിച്ചത്. പിന്നെ മിന്നൂട്ടിയും കൂടെയൊക്കെ വന്നിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകണുണ്ടേ. ഹലോ, അപ്പോൾ നമ്മൾ തന്നെ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ഇങ്ങനെ നമുക്കൊരു എനിക്കൊരിത് കിട്ടുന്നെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ആദ്യത്തെ ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള കേസാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് റവന്യൂ ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സാലറി ഇല്ലേ, അത് യൂട്യൂബ് വന്നിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മയും ഉണ്ട് കേട്ടോ, റെഡി ആയിക്കുകയാണ്. അപ്പോൾ ഞാനും മക്കളും അമ്മയും കൂടെ പോവാണ് കേട്ടോ. അണ്ണൻ ആറ്റിങ് ഒരു സ്ഥലം വരെ ഒരു ആവശ്യത്തിന് പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമുക്കെന്തായാലും പോയിട്ട് വരാം. അപ്പോൾ എനിക്ക് ATM നിന്ന് പൈസയും എടുക്കണം, അതുപോലെ തന്നെ എനിക്കൊന്ന് കടയിൽ കയറണം കേട്ടോ, തയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി തുണിയൊക്കെ ലൈനിങ്ങിൻ്റെ തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ. അങ്ങനെ ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറി പോവാണ് കേട്ടോ അങ്ങോട്ട്. മിന്നൂട്ടി ഋതുക്കുട്ടനെ നിൽക്കുന്നുണ്ടാ. പിന്നെ നമ്മൾ നേരെ അങ്ങ് ATM-ലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോണൊക്കെ കൊടുത്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേ ഞാൻ നേരെ ATM-ലകത്തോട്ട് പോകുന്നുണ്ട്. 2 പേരും എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഈ പൈസ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു സാലറി അല്ലേ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പൈസയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. ലൈനിങ്ങിൻ്റെ പീസ് എടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ലൈനിങ്ങിൻ്റെ പീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കടയിൽ നമുക്ക് തുണിക്കടയിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതാണല്ലോ, കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എല്ലാമൊക്കെ നോക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരെ കൊണ്ട് എല്ലാമൊക്കെ എടുത്തിടിപ്പിച്ചിട്ട് ചിലപ്പോൾ എടുക്കത്തുമില്ലായിരിക്കും. എന്തായാലും ഞങ്ങളതേ ലൈനിങ്ങിൻ്റെ ഒരു പീസൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു സാറ്റിൻ്റെ പീസാണ് നോക്കിയത്. അപ്പോൾ ചേച്ചി അതൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ലൈനിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കളറാണ്, ഒരു ഓഫ് യെല്ലോ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലിനാണ് വന്നത്. എനിക്ക് സാറ്റിനാണ് കേട്ടോ കിട്ടിയത്. എന്തായാലും അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് കുറച്ച് ചുരിദാറും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഋതുക്കുട്ടനും മിന്നൂട്ടിയും ഒരറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ 2-3 ടോപ്പും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് സാധനങ്ങളും കൂടിയൊക്കെ ഇങ്ങ് എടുക്കുവാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഡ്രസ്സ് തയ്ക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ ഞാൻ നേരെ ബേക്കറിയിലോട്ടാണ് കേട്ടോ വന്നത്. ബേക്കറിയിലോട്ട് വന്നത് അവിടെ ചിക്കൻ റോളും പപ്സും നെയ്യപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മുന്നോട്ട് ഇതെല്ലാത്തിലും കണ്ണോടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റോളും പപ്സും 2 ക്രീം ബന്നും ഒക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ചാത്തമ്പ്രയാണ് കേട്ടോ. ചാത്തമ്പ്ര ജംഗ്ഷനിൽ നമ്മൾ നേരെ വടവട്ടാവ്, നമ്മുടെ വീട് അവിടെയാണ് കേട്ടോ. വടവട്ടാവിലോട്ട് പോവുകയാണ് കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വടകോട്ടുകാവ് ക്ഷേത്രം. അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങ് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ആ കിടക്കുന്ന കാർ നമ്മുടെ കാറല്ല കേട്ടോ, താഴത്തെ കാറാണ് കേട്ടോ. അവർ അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഇട്ടേക്കുവാണേ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് ഇരിട്ടേറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ റോളൊക്കെ എടുത്ത് കഴിക്കുന്നത്. കാരണം ഞാനൊരു ലൈവ് കഴിഞ്ഞിട്ടോ വീട്ടിൽ വന്ന് കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ പിന്നെ ഒരു ലൈവ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ റോൾ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. നമുക്ക് പുറത്തോട്ട് കൂടി പോകാനില്ലായിരുന്നെങ്കിൽ അതും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്കും വീട്ടിലെ പണികളും മക്കളുടെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അധികം ഇതൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഒരു ദിവസത്തിന്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാവേ.